ജില്ലയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തെല്ലാം ചേർന്ന് വളരെ മനോഹരമായി പണി പൂർത്തീകരിച്ചിട്ടുള്ള നമ്മുടെ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ലിജു വർഗീസ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം ഈശ്വര പ്രാർത്ഥന. കൈതൊഴാം മഹിമാതൻ കോവിലേ കൈതൊഴാം, തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടന്നു വരികയാണ്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് ഉടുമ്പൻചോലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടെല്ലാം കിടപിടിക്കുന്ന രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഭാഗമായിട്ട് നടക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് ഈ ആശുപത്രി ശാന്തമ്പാറക്കാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. നമുക്ക് പുതിയതായി ബിൽഡിംഗ് പണിതുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളത്. പലപ്പോഴും ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിൽ ചെറിയ താമസങ്ങളൊക്കെ ഈ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അന്നെല്ലാം ഞങ്ങളെ വിളിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ആശുപത്രി പണി വേഗം തീർക്കുന്നില്ല എന്ന് ഞങ്ങളെ ശാസിക്കുകയും ഞങ്ങളെ ഒട്ടേറെ തവണ വഴക്ക് പറയുകയും ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മണിയാശാൻ, അതുപോലെ മോഹൻ സഖാവ് അടക്കം ഏത് സമയമാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ പണി വേഗം തീർക്കാത്തതെന്നെല്ലാം നമ്മളോട് പലപ്പോഴും പരാതിപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആശുപത്രി വളരെ മനോഹരമായി നമുക്ക് 1,25,00,000 രൂപയാണ് മണിയാശാൻ നമുക്ക് ഇതുമായിട്ട് തന്നിട്ടുള്ളത്. 40 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ കെട്ടിട നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. വളരെ നമുക്ക് ലാഭടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഒട്ടേറെ ആളുകൾ ഉപകരണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. ഈ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും മുഖ്യമായ പങ്കുവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട മണിയാശാൻ ഇത് മാത്രമല്ല, നമ്മുടെ ചെണ്ണക്കര പാലത്തിന് ഇപ്പോൾ ഏതാണ്ട് 2,32,00,000 രൂപ ആ പാലത്തിന് തന്ന അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളിലേക്ക് നമ്മൾ പോവുകയാണ്. അതോടെ ഒട്ടേറെ ഹൈമാക്സ് ലൈറ്റുകൾ, ശാന്തമ്പാറയിൽ നിന്നും സേനാപതിക്ക് പോകുന്ന റോഡുകൾ, അങ്ങനെ ഈ പഞ്ചായത്തിന് ഏതൊക്കെ വേണമോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഒരു മടിയും കാട്ടാതെ നമ്മുടെ ശാന്തമ്പാറയ്ക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു കളിക്കളം ശാന്തമ്പാറയിൽ തന്നെ പൂർത്തിയായി വരികയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉഷാകുമാരി ടീച്ചർ ആ കളിക്കളം നിർമ്മാണം അവിടെ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഗ്രാമീണ റോഡുകളാവട്ടെ, നമ്മുടെ കുടിവെള്ള പദ്ധതികളാവട്ടെ, ഏതൊരു വികസനത്തിനും അകമഴിഞ്ഞ സഹായമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എല്ലാ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ആ വികസന പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തും അതിൻ്റെ വികസനങ്ങൾ പൂർത്തിയായി വരികയാണ്. നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം മണിയാശാൻ തന്നെയാണ് നിർവഹിച്ചത്. ശാന്തമ്പാറയിൽ പൂപ്പാറയിൽ നമ്മൾ KK ബ്രേക്ക് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ തന്നെ വനിതാ വികസന കേന്ദ്രം പൂപ്പാറയിൽ അതിൻ്റെ പണി നടന്നു വരികയാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നമുക്ക് ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെ ഒരു ആക്ഷേപങ്ങൾക്ക് പോലും ഇട നൽകാതെയാണ് നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നത്.
നമ്മുടെ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. തൻ്റെ രോഗാവസ്ഥകൾ പോലും നോക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട ശശേട്ടൻ അതിൻ്റെ എ മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങൾക്ക് ഈ പ്രവർത്തനത്തിലെല്ലാം നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. ആശുപത്രി ജീവനക്കാരും അതുപോലെ ഗ്രാമപഞ്ചായത്തിലെ മറ്റ് സ്റ്റാഫുകളുമെല്ലാം ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒട്ടേറെ വികസന നേട്ടങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പണി പൂർത്തിയായി വരുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുവാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ശാന്തമ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് നമുക്ക് ഇന്നലെ ഫ്രിഡ്ജ് അവർ ഇവിടെ കൊണ്ടുവന്ന് തരികയുണ്ടായി. ഈ പേന്തൊട്ടിയിൽ നമുക്കൊരു കാർഡമം പ്ലാന്ററാണ് ബഹുമാനപ്പെട്ട ഗിരിമോൻ എന്ന് പറയുന്നത്. ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നിട്ട് 1.5 ലക്ഷം രൂപ വില വരുന്ന ഒരു കട്ടിലാണ്, നമുക്ക് എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു കട്ടിലാണ് ഇന്നലെ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടേറെ ആളുകൾ നമ്മുടെ ആശുപത്രിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇനിയും നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പദ്ധതികൾ അതിൻ്റെ പണികൾ പൂർത്തിയായി വരികയാണ്. ഇതിനെല്ലാം നമ്മളോടൊപ്പം നിന്ന നമ്മുടെ ഈ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിൽ എപ്പോഴും ഇടപെട്ട് നമ്മളോടൊപ്പം നിന്ന നമ്മുടെ പ്രിയപ്പെട്ട മണിയാശാനെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉഷാകുമാരി ടീച്ചർ, VN മോഹനൻ, അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ സഹായവും സഹകരണവും ഈ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിനുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നന്ദിപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഈ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറവേറ്റിയതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇത് ഈ പ്രദേശത്തെ നിവാസികളുടെ ശാന്തമ്പാറ പഞ്ചായത്തിലുള്ള ബഹുജനങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഫലപ്രദമായി ഇവിടുന്ന് സേവനമർപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് കഴിയട്ടെ, അതിവിടെ പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശാന്തമ്പാറ FSHയുടെ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി നിറവേറ്റിയതായി ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ വലിയ മികച്ച ഭൂരിപക്ഷം നിന്ന് എന്നെ ജയിപ്പിച്ചതാണ്. അത് പ്രത്യേകിച്ച് ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ രംഗത്തെ പങ്ക് പ്രത്യേകം എടുത്തു പറയാവുന്ന. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഈ മണ്ഡലത്തിൻ്റെ സർവ്വതോന്മുഖമായ പ്രവർത്തനത്തിന്, റോഡ് നിർമ്മാണത്തിൻ്റെ രംഗത്തെ, ഇതുപോലുള്ള ആരോഗ്യ രംഗത്തെ, ആശുപത്രികളുടെ രംഗത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലും പരമാവധി ഇടപെടാനും സഹായിക്കാനും ഈ അവസരത്തിൽ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ, ഇടുക്കി ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒരു തുടർഭരണം കൈയാളുന്ന ഈ സന്ദർഭത്തിൽ ആ സാഹചര്യം, ആ രാഷ്ട്രീയ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയിലെ വികസന രംഗത്ത് ഒരു വലിയ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. ആ മുന്നേറ്റമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തുടർന്നും ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇവിടുത്തെ ജനപ്രതിനിധി, MLA എന്ന നിലയിൽ, MLA അല്ലെങ്കിലും പൊതുപ്രവർത്തകൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നാൽ കഴിയുന്ന എല്ലാവിധ ശ്രമവും നടത്തുമെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. MLAയും MP-യും പഞ്ചായത്ത് ഒന്നും ആകണമെന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ പൊതുപ്രവർത്തനം രംഗത്ത്, റോഡുകളുടെ നിർമ്മാണത്തിൽ, ഇതുപോലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിൽ ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തന്നെ ഇടപെട്ട് സഹായിക്കാൻ കഴിയും. കാരണം രാഷ്ട്രീയ പ്രവർത്തകർ ഒറ്റപ്പെട്ട ആളുകളല്ല. അവർ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്.
അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ ദീർഘവർഷം 10-28 വർഷക്കാലം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഞാൻ അതിനു മുമ്പ് താലൂക്ക് സെക്രട്ടറി ആയിരുന്നപ്പോഴും MP-മാരുടെ ഫണ്ട്, MLA-മാരുടെ ഫണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇതെല്ലാം പരമാവധി വാങ്ങുന്നതിനും നമ്മുടെ ജില്ലയിൽ തന്നെ പ്രവർത്തനം സജീവമായി നടത്തുന്നതിന് ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന കാര്യം, ഇടപെടാൻ കഴിയും എന്ന കാര്യവും ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ശാന്തമ്പാറ FSHയുടെ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറവേറ്റിയതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ കെട്ടിട നിർമ്മാണത്തിന് എല്ലാവിധ സഹായവും ചെയ്തു തന്ന ഗ്രാമപഞ്ചായത്തിന്, ഇവിടുത്തെ പൊതുപ്രവർത്തകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഈ കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. MLA എന്ന നിലയിൽ ഈ മണ്ഡലത്തിൻ്റെ സർവതോന്മുഖമായ പ്രവർത്തനത്തിന്, വികസനത്തിന്, റോഡ് നിർമ്മാണം MLA ഫണ്ട് ഉപയോഗിച്ചുള്ളതും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മറ്റ് സ്കീമിൽപ്പെടുത്തിയും പരമാവധി കാര്യങ്ങൾ ചെയ്യിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇനിയും തുടർന്നും ആ ഇടപെടൽ നടത്തും എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഘടകത്തിൻ്റെ ഉദ്ഘാടനം നിറവേറ്റിയതെ പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ നാടിന് സമർപ്പിച്ച നമ്മളെല്ലാം സ്വകാര്യ അഹങ്കാരം കൂടിയായിട്ടുള്ള മണിയാസാൻ, വേദിയിലുള്ള ജനപ്രതിനിധികൾ, ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ സ്റ്റാഫുകൾ, ആശാപ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ, ഈ വേദിയിൽ ഒത്തുചേർന്നിരിക്കുന്ന ഈ നാട്ടിൽ വിവിധങ്ങളായ സേവനങ്ങൾ സംഘടിപ്പിച്ച് ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൂട്ടായ്മ കൂടിയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത് എന്നതേറെ സന്തോഷമുളവാക്കുന്ന സംഗതിയാണ്. ഒരു പ്രദേശത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന മേഖലയാണ് ഹോസ്പിറ്റലുകൾ. ശാന്തൻപാറ ആശുപത്രി അത് ഒരു ഉയർച്ചയുടെ പടവിലേക്ക് ഇന്ന് കാലെടുത്ത് കുത്താൻ കഴിഞ്ഞു എന്നത് ഈ നാടിനേറെ അഭിമാനിക്കാൻ കഴിയുന്ന വസ്തുതയാണ് എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ഈ ആശുപത്രിയുടെ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിന് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിൽ 1 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് എന്ന് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെയാണ് ഈ സ്ഥാപനം. ഇതിനെ കാത്തു സൂക്ഷിക്കാൻ, പരിപാലിക്കാൻ, ഈ നാട്ടിൽ വരുന്ന ജനങ്ങൾക്ക് ആരോഗ്യ പരിപാലന രംഗത്ത് മികച്ച സേവനം നടത്താൻ ഇവിടെ ജോലിയെടുക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അനുബന്ധ പ്രവർത്തകർക്കെല്ലാം കഴിയട്ടെ. ഈ നാട്ടിലെ ജനങ്ങൾ തീർച്ചയായും ഈ സ്വത്ത് കാത്തു സൂക്ഷിക്കാൻ മുൻപന്തിയിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ കേട്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യ MLA ഹൃദ്യ മനോജ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ മധുര ഏറ്റുവാങ്ങുന്നതാണ്. അടുത്ത് 4th നാഷണൽ ക്യുണ്ടോ മരട്ടൽ ആർട്സിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ അനിൽ രവീന്ദ്രനാണ്. അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത ഡിസ്ട്രിക്ട് വോളിബോൾ ചാമ്പ്യൻ അലൻ ഷിജി. ആള് സ്ഥലത്തില്ലാത്തതുകൊണ്ട് അതിന്റെ പിതാവ് അത് ഏറ്റുവാങ്ങുന്നതാണ്. അലൻ ഷിജി. അടുത്ത് SSLC ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഏറ്റവും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. ആദ്യം അന്ന ടിമ്മി. അടുത്തായി സെയ്ദ് അഹമ്മദിയൻ. ഗൗരി നന്ദന ഗിരിജൻ. അടുത്തായി നന്ദന ജയൻ.
നന്ദന ജയൻ. ടോം ബേസിൽ ബിജു. ടോം ബേസിൽ ബിജു. അടുത്തായി റൗവ സാറ ബിജു. റോവ സാറ ബിജു. അടുത്തായി +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഒരാളും കൂടെയാണ് ഗൗരി ശങ്കർ PJ. SLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഗൗരി ശങ്കർ PJ. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ ആൻ മരിയ ഷിബി. അടുത്ത എൽസ മറിയം മാത്യു. അടുത്ത ദേവിശ്രീ എം. BSc ബോട്ടണി മോഡൽ 2 ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ അനാമിക ഷൈൻ. അടുത്ത് BSc കെമിസ്ട്രി മോഡലിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ ഹരിപ്രിയ V നായർ.